Hello everyone. Hello. So we hope everyone is doing good. So நமக்கு ஒரு சப்ஸ்கிரைபர் கேட்டிருந்தாங்க சவுதியில் ஐசியூ நர்சஸ்க்கு இன்டர்வியூல என்னென்ன கொஸ்டின்ஸ் கேட்பாங்க அப்படின்றத அதான் இந்த வீடியோவில் பார்க்க போகிறோம். பட் வீடியோக்குள்ள போகிறதுக்கு முன்னாடி மறக்காம நீங்கள் என்ன சேனல் சப்ஸ்கிரைப் பண்ணலாம், சப்ஸ்கிரைப் பண்ணிட்டு பாருங்க. இப்போ நம்ம വീഡിയോക്കുள்ள പോകാം. ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എങ്ങനെ ചോദിക്കൂന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങളോട് ചോദിക്കൂ, സെൽഫ് ഇൻട്രഡക്ഷൻ കൊടുക്കാൻ പറയൂ. സെൽഫ് ഇൻട്രഡക്ഷൻ ഞങ്ങൾ കൊടുക്കും. കൊടുത്ത പിന്നെ അവർ പറയൂ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് അവർ ചോദിക്കും. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് പറയുക. അപ്പോൾ പറഞ്ഞാൽ ഇവിടെ ഓൾമോസ്റ്റ് കുറെ പേഷ്യന്റിന് ബെഡ് സോർ ഉണ്ടാവും. സോ ബെഡ് സോറിന്റെ എങ്ങനെ നിങ്ങൾ കെയർ കൊടുക്കൂ, ബെഡ് സോർ ഇൻക്രീസ് ആവാണ്ട് ഇരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യൂ, ബെഡ് സോർ വരാണ്ട് ഇരിക്കാൻ എന്നാ പ്രിവെന്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും എന്നാന്ന് പറഞ്ഞിട്ട് നമുക്ക് ബെഡ് സോർ പ്രിവെന്റ് ചെയ്യാൻ പൊസിഷൻസ് കൊടുക്കുക, പിന്നെ ഹൂൺ കെയർ ഉണ്ടെങ്കിൽ അതിന് നല്ല വൃത്തിക്ക് കെയർ കൊടുക്കുക, ഇതെല്ലാം ആണ്. പിന്നെ ഇ.ടി ട്യൂബ് സൈസസ്, ഇ.ടി ട്യൂബ് കുട്ടികളായാൽ ഇപ്പോൾ ഏത് സൈസാണ്, അഡൾട്ടിന് എങ്ങനെയാണ്, മെയിലിന് എത്ര, ഫീമെയിലിന് എത്ര, ഇതാണ് ചോദിച്ചത്. പിന്നെ പറഞ്ഞ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഇപ്പൊ ഐസിയുള്ള പേഷ്യന്റിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യൂ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സ്റ്റെപ്സ് എല്ലാം ഞങ്ങളിപ്പോ ബുക്കിൽ എന്നാ പഠിച്ചിട്ടുണ്ടാവും അത് തന്നെ എക്സാക്ട് ആയിട്ട് ഇവിടെ ചെയ്യൂ. അതുകൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ പറ്റി കുറച്ച് നോക്കുക. இப்போ கிரிட்டிக்கலி இல் பேஷண்ட்ஸ் இருக்காங்க அப்படின்னா அவங்களை நீங்க எப்படி அசஸ் பண்ணுவீங்க, ஏபிசி இருக்கு இல்லையா, ஸோ அதை கண்டிப்பா கேட்பாங்க. அது பேசிக் கொஸ்டின். ஐசியூ நர்சஸ்க்குன்னு இல்லை, காமனா நீங்க ஒரு இஆர்கே நர்சஸா இன்டர்வியூ போனாலுமே அங்கேயும் உங்களுக்கு கொஸ்டின்ஸ் கேட்பாங்க. முக்கியம் காமன் கொஸ்டின் பாத்தீங்கன்னா நீங்க எதுக்காக சவுதியை சூஸ் பண்ணீங்க அப்படின்னு ஒரு கொஸ்டின் கேட்பாங்க எல்லாருக்கும். அதுக்கு வந்து ஒரு ப்ராப்பரான ரீசன் சொல்லுங்க. நாங்க மணி ஏர்ன் பண்ண தான் வந்தோம் அப்படின்னு சொல்லிடாதீங்க. அது எல்லாருக்கும் தெரிஞ்சது தான், பட் ஒரு ப்ராப்பரா அதுக்கு ப்ராப்பர் வேல வந்து அதுக்கு ஆன்சர் பண்ணுங்க. ஜிசிஎஸ் பத்தி உங்ககிட்ட கேட்பாங்க, கிளாஸ்கோ காமா ஸ்கேலும் கேட்பாங்க. ஓகேங்களா? சோ அத பத்தியும் கொஞ்சம் படிச்சு வச்சுக்கோங்க. நமக்கு கே ஷீட்ல அது உண்டாகும். ஆமா, எல்லா கே ஷீட்லயுமே நீங்க வந்து ஸ்டார்டிங்லயே நீங்க அதை என்ட்ரி பண்ணிட்டு தான் அதுக்கப்புறம் கே ஷீட்ல உள்ள எல்லாமே எழுதுவீங்க. വൂണ്ട് അസസ്മെന്റ്, നിങ്ങൾക്ക് വൂണ്ട് അസസ്മെന്റ് അറിയില്ലെങ്കിൽ വൂണ്ട് അസസ്മെന്റ് നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിൽ ഉണ്ട്. അത് നിങ്ങൾ എടുത്ത് ഒന്ന് നോക്കുക, ബോൾഡാ ആൻസർ பண்ணுங்க. ഓക്കേங்களா? നിങ്ങൾക്ക് അറിയില്ലെങ്കിലോ തെറ്റ് പറയുമെങ്കിലോ അതൊരു കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞാൽ ഇത് അവരെ പറഞ്ഞു തരും, ഇത് ഇങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയാണ്, നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞിട്ട് പറയും. ഇപ്പൊ ഞങ്ങൾ പേടിച്ചിട്ട് നിന്നിട്ട് ഇപ്പൊ പറയുമ്പോ അവർ വിചാരിക്കും സെൽഫ് കോൺഫിഡന്റേ ഇല്ല, പറയുന്നത് തെറ്റാണ്, പിന്നെ എന്തിനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതാക്കുന്നത്. പിന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറയുമ്പോ ഗ്രൂംഡ് ആയിട്ട് നിൽക്കണം. വീട്ടിലുണ്ടെങ്കിലും അത്ര ഡ്യൂട്ടിയിലുണ്ടെങ്കിൽ കുറച്ച് ചോദിച്ചിട്ട് നിങ്ങൾ റെസ്റ്റിംഗ് ഏരിയയിൽ വന്നിട്ട് നല്ല വൃത്തിക്ക് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ആക്കണോ, നല്ല നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്ത് വന്ന് ഇരുന്ന് ആക്കാൻ ട്രൈ ചെയ്യണോ, ഇതെല്ലാം അവർ നോക്കൂ. അതാണ് ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ആക്കുന്നതിന്റെ ഒരു ഇതാണ്. അത് வேற ஏதாவது டவுட் இருந்தா மறக்காம கீழே கமெண்ட் பண்ணுங்க. ஓகேங்களா? So thank you for watching. Bye bye.